ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പൊതിച്ചോറ് ഇടാറുണ്ട്, മിക്ക ദിവസം ഇടാറില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം രാവിലെ എഴുന്നേറ്റ് ജോലി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കുക കേട്ടോ മാവ് പുളിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇന്ന് അപ്പത്തിന് അരച്ച് വെച്ചിരുന്നായിരുന്നു, ഭാഗ്യത്തിന് നന്ന രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ശരിയാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് പൊതിക്ക് ആവശ്യമായിട്ടുള്ള കറികളെന്ന് വെച്ചാൽ ചക്കപ്പൂഞ്ഞ് അല്ലെങ്കിൽ ചക്കക്കൂഞ്ഞ്, അതും വെണ്ടയ്ക്ക് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ തലേന്നേ അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ ചക്കക്കൂഞ്ഞിൻ്റെ കൂടെ മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് അതേ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, വെണ്ടയ്ക്ക് ഇട്ടു, പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു, അത് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ്. നമ്മൾ അടയ്ക്കാറില്ല, അടച്ചാൽ നമ്മൾ വെണ്ടയ്ക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകട്ടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടച്ച് വേവിക്കാറില്ല. ഞാൻ ജസ്റ്റ് തുറന്ന് വെച്ച് വേവിക്കാറ്. നന്നായിട്ട് ഇളക്കണം കേട്ടോ, എപ്പോഴും ഇളക്കണം. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ജോലി തിരക്കായതുകൊണ്ട് ഇളക്കാൻ മറന്നതുകൊണ്ട് ജസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുഞ്ഞ് ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ തേങ്ങാക്കൊത്ത്, സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞ് നന്നായിട്ട് ചക്കക്കുരു ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതെല്ലാം കൂടെ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ആ സമയത്തിന് നമ്മൾ മെഴുക്കുവരട്ടി നോക്കുന്നുണ്ട്, അത്യാവശ്യം അത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് സവാള ഇടാറായിട്ടുണ്ട്. നമ്മളപ്പോൾ സവാള ഇടുകയാണ് കേട്ടോ. സവാള ഇട്ട് പിന്നെയും ഇളക്കി വെക്കുക. ഇവിടെ അത്യാവശ്യം ഫ്രൈ ആവണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാത്രം പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന പാത്രമായിരുന്നു കേട്ടോ. രാവിലെ ഒരു പൂരി ഉണ്ടാക്കി എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് അതിനകത്തോട്ട് തട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തിക്ക് തേങ്ങ, ഉപ്പ്, മുളക് പൊടി, പുളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ചമ്മന്തി അരയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരയ്ക്കാൻ ഭയങ്കര അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടേ കൊല്ലക്കാർക്ക് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചമ്മന്തിയുടെ കാര്യം. ഇങ്ങോട്ട് മാത്രമേ കൂടുതൽ കണ്ടുള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ അത് പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ താളിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇട്ട് ഉപ്പൂടിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡിയായി. ജസ്റ്റ് ഒന്ന് മൊരിയണം കേട്ടോ. ഈ തേങ്ങ അടന്ന് ജസ്റ്റ് ഒന്ന്, എന്നാലേ നമുക്ക് നല്ല രീതി ഈ കടുകും ഈ മുളകിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതാണ്. അപ്പോൾ നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം എടുത്ത പാന എടുത്തിട്ട് തേങ്ങയും മല്ലിപ്പൊടിയും ഗരം മസാല, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് ഇതൊന്ന് ഫ്രൈ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ, മസാലപ്പൊടികളെല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ വെന്ത് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ കൂഞ്ഞുകറി. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഒരു ചട്ടി എടുത്തു, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ടതിന് ശേഷം നമ്മൾ മുളകിട്ടു, കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പിടുകയാണ് കേട്ടോ. ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുഞ്ഞോടിട്ട് ഇളക്കിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുഞ്ഞ് തോരൻ റെഡിയായിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പുതിയ റെസിപ്പി പറഞ്ഞു തന്നെയാണ് എൻ്റെ ചേച്ചി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെക്കുന്ന രീതി ഇതല്ല, ഈ രീതി വെച്ചിട്ട് നല്ലൊരു രുചിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുളിശ്ശേരി അതിനിടയ്ക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിശ്ശേരിയുടെ എല്ലാം ചേർത്ത് അരച്ചെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കടുക് വറുക്കാണ്, അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനടുത്ത് വെളിച്ചെണ്ണ, അപ്പം കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ആ പുളിശ്ശേരിയുടെ ഇതുകൂടെ ഇട്ട് നമ്മൾ കടുക് വറുത്ത് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ. മാറ്റി വെച്ച കിഡ്നി അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അപ്പം ഉണ്ടാക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം ചേട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പൊതി കെട്ടാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ വാട്ടുകയാണ്. ചോറൊക്കെ ബാക്കി കറികളൊക്കെ ഇട്ട് നമ്മൾ പൊതിയൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ടാറ്റാ.